ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ. ഞാൻ ഫാദർ ജോസ് കുരിക്കാട്ടിൽ, തലശ്ശേരി അതിരൂപതയിലെ നെല്ലിക്കുറ്റി ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ശാലോം ടി വിയുടെ എൻ്റെ നല്ല അമ്മ എന്ന പ്രോഗ്രാമിൽ പരിശുദ്ധ അമ്മയോടുള്ള എൻ്റെ വ്യക്തിപരമായ സ്നേഹവും കടപ്പാടും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് ഞാൻ കടക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് എത്തിച്ചേരുന്നത് എൻ്റെ കുടുംബം, ബാല്യകാല അനുഭവങ്ങളാണ്. ഞാനൊരു വലിയ കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങൾ 9 മക്കളും മാതാപിതാക്കന്മാരും ഒന്നിച്ച് ചെറുപ്പകാലം ചെലവഴിച്ചു. എൻ്റെ അമ്മ മാതാവിനോട് അതീവ ഭക്തിയായ ഒരമ്മയായിരുന്നു. എല്ലാ ശനിയാഴ്ചകളിലും നോമ്പെടുത്ത് ഉപവസിച്ച് പള്ളിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ബാല്യകാല അനുഭവമാണ്. അമ്മ എപ്പോഴും കൊന്ത ചെല്ലുവാനായിട്ടും വളരെ ഭക്തിപൂർവ്വം ജപമാലയിൽ പങ്കുകൊള്ളുവാനും മക്കളായി ഞങ്ങളെ പരിശീലിപ്പിക്കുമായിരുന്നു. എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം അന്ന് ഇടവക ദേവാലയത്തിലുണ്ടായിരുന്ന സൊഡാലിറ്റി എന്ന ഭക്തസംഘടനയിലെ ഒരംഗമായി. എല്ലാ ശനിയാഴ്ചകളിലും ദേവാലയത്തിൽ പോവുകയും മാതാവിനോടുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും തുടർന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എപ്രകാരമാണ് ജപമാല ചൊല്ലേണ്ടത് എന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കുമായിരുന്നു. ജപമാലയുടെ 15 രഹസ്യങ്ങൾ എപ്രകാരം ധ്യാനാത്മകമായി ചെല്ലാൻ സാധിക്കും, ആ പരിശീലനം എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അന്നു മുതൽ ഇന്നുവരെ ജപമാല ചൊല്ലുമ്പോൾ ഈ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിത ശൈലിയായി മാറിയിട്ടുണ്ട്. SSLC പാസ്സായതിനു ശേഷം ഒരു വൈദികനാകണമെന്നുള്ളതായ ആഗ്രഹം മാതാപിതാക്കന്മാരോട് പ്രകടിപ്പിച്ചപ്പോൾ കോളേജിൽ പോയി ഏതാനും വർഷം പഠിച്ചതിന് ശേഷം ഈ തീരുമാനം എടുത്താൽ മതിയെന്ന് മാതാപിതാക്കന്മാർ നിർദ്ദേശിച്ചു. അതനുസരിച്ച് പാലായിലെ സെൻറ്റ് തോമസ് കോളേജിൽ PDC പഠനം ആരംഭിച്ചു. എൻ്റെ കൗമാരപ്രായത്തിൽ എനിക്കുണ്ടായ ദൈവവിളിയെപ്പറ്റിയുള്ളതായ ആഗ്രഹം തുടർന്നു കൊണ്ടുപോകുവാൻ ഭക്തിപൂർവമുള്ള ജപമാലയുടെ പ്രാർത്ഥനയാണ് എന്നെ സഹായിച്ചത് എന്ന് ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കണ്ടെത്തുന്നു. സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം മുന്നോട്ട് നയിച്ചപ്പോഴും ജപമാല വ്യക്തിപരമായി ചൊല്ലുവാനും സെമിനാരിയിലെ ജപമാലയിൽ ധ്യാനാത്മകമായി പങ്കെടുക്കുവാനും
എനിക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സെമിനാരി പരിശീലനം വളരെ ശാന്തമായും വളരെ സന്തോഷപ്രദമായും ചെലവഴിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ പഠിച്ചത് ആലുവ പൊന്റിഫിക്കൽ സെമിനാരിയിലാണ്. അവിടെ കർമ്മലീത്ത വൈദികരുടെ സാന്നിധ്യം എന്നെ ഏറെ മാതാവിനോടുള്ള ഭക്തിയിൽ വളരുവാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ കർമ്മലീത്ത വൈദികരുടെ ജീവിത മാതൃക ജപമാലയിൽ നന്നായി ചെല്ലുവാനും മാതാവിനോടുള്ളതായ സ്നേഹത്തിൽ വളരുവാനും എനിക്കേറെ സഹായകമായി. ഞാൻ 1978 ഡിസംബർ മാസം 27 കൂരാച്ചുണ്ട് ദേവാലയത്തിൽ വെച്ച് ഞാൻ വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് 1 വർഷക്കാലം ഞാൻ ഒരു കൊച്ചച്ഛനായി ഇടവകയിൽ സേവനം ചെയ്തു. ഈ കാലത്തുനിന്നെല്ലാം വളരെ കൃത്യമായി ഈ ജപമാല ചൊല്ലുവാനും ജപമാല ഭക്തിയിൽ മറ്റുള്ളവരെ വളർത്തുവാനും സന്തോഷത്തോടുകൂടി സാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള വ്യക്തിപരമായ ബന്ധം എപ്രകാരം എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ സമ്പന്നമാക്കിയെന്ന് എനിക്കുണ്ടായിട്ടുള്ള ഏതാനും ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 1995 തേർത്തല്ലി ഇടവകയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു അക്രൈസ്തവ കുടുംബം ധ്യാനം കൂടി പരിശുദ്ധ അമ്മയോടുള്ളതായ ഭക്തിയിൽ സ്നേഹത്തിൽ വളർന്ന് ജീവിക്കുന്നത് എനിക്കറിയാമായിരുന്നു. പ്രായമായ ആ ദമ്പതികളുടെ മക്കൾ പല സ്ഥലങ്ങളിലാണ്. വീട്ടിലവർ തനിയേ ഉള്ളൂ. ഒരു ദിവസം ആ കുടുംബനാഥന് ശാരീരികമായ രോഗം പിടിപെട്ടു. ഒരു വശം തളർന്നുപോയി. ആ കുടുംബത്തെ അത് കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുകയാണ് ഉണ്ടായത്. ഈ അവസരത്തിൽ ആ കുടുംബനാഥ നിരന്തരമായിട്ട് അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ചെറുപുഴയുള്ള കൃപാലയം ധ്യാന കേന്ദ്രത്തിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ദിനം വ്യക്തിപരമായിട്ട് 101 കൊന്ത ചൊല്ലി സമർപ്പിക്കുന്ന ഒരു പതിവുണ്ട്. പലപ്പോഴും ഈ ധ്യാന കേന്ദ്രത്തിൽ ക്ലാസ്സിന് സഹായിക്കുവാൻ ഞാൻ പോയിരുന്നു. ഈ പാവപ്പെട്ട സ്ത്രീ ചെയ്തതിങ്ങനെയാണ്. തൻ്റെ ഭർത്താവിൻ്റെ രോഗശാന്തിക്കായി അവൾ പരിശുദ്ധ അമ്മയ്ക്ക് മാധ്യസ്ഥത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സെപ്റ്റംബർ 8 രാവിലെ തൻ്റെ ഭർത്താവിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം അവൾ കൃപാലയം ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോയി. അവിടെ വ്യക്തിപരമായി ജപമാല സമർപ്പിക്കുന്ന നിമിഷം താൻ ചൊല്ലിയ 101 ജപമാലയും പരിശുദ്ധ അമ്മയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ആ സ്ത്രീ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ വീട്ടിൽ തളർന്നു കിടന്ന ആ അക്രൈസ്തവനായ സഹോദരന് രോഗശാന്തിയുടേതായ അനുഭവമുണ്ടായി. സാവധാനം അദ്ദേഹം കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ഈ സ്ത്രീ ചെറുപുഴയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ കാണുന്നത് തൻ്റെ ഭർത്താവ് വീട്ടിൻ്റെ വരാന്തയിലൂടെ സാവധാനം നടന്ന് നീങ്ങുന്നതാണ്. ഈയൊരു സംഭവം ഉണ്ടായപ്പോൾ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ
ഇപ്രകാരം വലിയ ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചുവെന്ന് പങ്കുവച്ചത് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ എന്നതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ നിരന്തരം സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാൻ തോന്നിയ ഒരു കാര്യം ഇതാണ്. ഒരു മകന്, ഒരു മകൾക്ക് ഒരമ്മയോട് തോന്നുന്ന വൈകാരികമായ സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുവാനും ഒരു മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ അമ്മയോട് ഇടപഴകാനും ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഈ അമ്മ എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുവാനും നമുക്ക് കഴിയണം. ഇനിയും എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത് എൻ്റെ വളരെ വ്യക്തിപരമായ ഒരു ജീവിതാനുഭവമാണ്. 2002 അപ്പോഴേക്കും ഞാൻ സെമിനാരിയിൽ കുറേ വർഷങ്ങൾ വൈദിക പരിശീലനത്തിൽ സഹായിക്കുകയായിരുന്നു. ഞാൻ പഠിപ്പിച്ച പല വൈദികരും യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമായിട്ടുണ്ട്. അവരെന്നോട് ആവശ്യപ്പെട്ടു, അച്ഛാ യൂറോപ്പ് കാണുവാൻ വേണ്ടി വരിക. വളരെ വ്യക്തിപരമായൊരു താല്പര്യം തോന്നിയില്ല എങ്കിലും അവരുടെ നിർബന്ധത്തിന് വിധേയമായി ഞാൻ യൂറോപ്പിൽ പോയി. റോമിലാണ് ആദ്യമായി ചെന്നെത്തിയത്. ഏതാനും ദിവസങ്ങൾ റോമിൽ ചെലവഴിച്ചു. ഒരു ദിവസം എനിക്ക് വേണ്ടി തയ്യാറാക്കിയ പരിപാടി അനുസരിച്ച് അസീസിയിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സ്ഥലം സന്ദർശിക്കുവാൻ വേണ്ടി പോയി. ഞാനവിടെ എത്തിച്ചേർന്നു. ഒത്തിരി പ്രാർത്ഥനാപൂർവം ആ വിശുദ്ധൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഖബറും ദേവാലയവുമൊക്കെ സന്ദർശിച്ച് വീണ്ടും ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരികെ വരികയാണ്. തിരികെ വരുമ്പോൾ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുക. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൈദികൻ, അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ റോമൻ ടെർമിനി എന്ന് പറയുന്ന വലിയ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിക്കൊള്ളാം, അച്ഛൻ ഇനിയും ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ താമസ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. ബസ്സിൽ കയറിയപ്പോൾ ഞാൻ ഓർത്തു, ഇന്ന് അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചില്ലല്ലോ. ഞാൻ എൻ്റെ കയ്യിൽ കൊന്തയെടുത്ത് ബസ്സിലിരുന്നു കൊണ്ട് ജപമാല ചൊല്ലുവാൻ തുടങ്ങി. ജപമാല ചൊല്ലി യാത്ര തുടർന്നപ്പോൾ ഞാൻ ഇറങ്ങേണ്ട സ്ഥലം ഞാൻ വിട്ടുപോയി. കുറേ കൂടി മുന്നോട്ട് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇറങ്ങേണ്ട സ്ഥലത്ത് നിന്നും കുറേ ദൂരയിലേക്ക് ഞാൻ യാത്ര ചെയ്തു എന്ന്. അടുത്ത സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി അടുത്ത ട്രാക്കിൽ കടന്ന് വീണ്ടും ഞാൻ ബസ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്തു. ബസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്ന് ഞാൻ വീണ്ടും ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ രാവിലെയും ഞാൻ പോന്നപ്പോൾ എൻ്റെ കയ്യിൽ ഗേറ്റിൻ്റെ കീ തന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നു, അച്ഛൻ താമസിച്ച് വരുന്നാലും ഈ ഗേറ്റ് തുറന്ന് അകത്ത് പ്രവേശിച്ചാൽ മതി. ഞാൻ ആ ഗേറ്റിൻ്റെ ചാവിയെടുത്ത് അതിൻ്റെ കീ ഹോളിലേക്ക് ഇട്ട് തിരിച്ചപ്പോൾ ആ ചാവി ഒടിഞ്ഞുപോയി. പിന്നെ അകത്ത് പ്രവേശിക്കുവാൻ യാതൊരു മാർഗവുമില്ല. അകത്തുള്ളവരെ എനിക്ക് ബന്ധപ്പെടാനും മാർഗമില്ല. ഞാൻ ആകെ ഭയന്നൊരു നിമിഷമാണത്. കാരണം വിദേശ രാജ്യത്ത് ഇറ്റാലിയൻ ഭാഷ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഞാനവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു അനുഭവം ഇതാണ്. ഒരു സ്ത്രീ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ഇംഗ്ലീഷിൽ. എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, പേടിക്കേണ്ട, ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ ഇതിൻ്റെ പുറകുവശത്തുകൂടി ഒരു വാതിലുണ്ട്, ഞാൻ അവിടെ കൊണ്ടുപോയാക്കാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ എന്നെ ആ ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. എന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ സമീപത്ത് മറ്റാരെയും ഞാൻ കണ്ടില്ല.
ഞാൻ ഇന്നും ഉറച്ച് വിശ്വസിക്കുന്നു, പരിശുദ്ധ അമ്മ എൻ്റെ നിസ്സഹായാവസ്ഥയിൽ എനിക്ക് കൂട്ടായി സഹായിയായി എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു എന്ന്. തീർച്ചയായിട്ടും ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഉടനീളം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുണ്ട്. ആവശ്യങ്ങളിൽ സഹായിക്കുന്ന അമ്മയായി, കണ്ടറിഞ്ഞ് ചോദിക്കാതെ തന്നെ അവിടുത്തെ സാന്നിധ്യവും സഹായവും എനിക്ക് നൽകുന്ന അമ്മയായി ഈ പരിശുദ്ധ അമ്മ എപ്പോഴും എനിക്ക് കൂട്ടായി എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലുണ്ട്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എപ്രകാരം പരിശുദ്ധ അമ്മ എനിക്ക് സഹായിയും മധ്യസ്ഥയുമായിരുന്നു എന്ന് എനിക്കുണ്ടായ ഒരു അനുഭവത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ്. ഞാൻ കർണാടകയിലെ ജഡിക്കൽ എന്ന് പറയുന്ന ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന നാളുകളിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ ഇടവകാ തലത്തിൽ പല കരിസ്മാറ്റിക് ധ്യാനങ്ങളും നടത്തുകയുണ്ടായി. കേരളത്തിൽ നിന്നും ധാരാളം ശുശ്രൂഷകർ വന്ന് അതിനെ എന്നോടൊപ്പം സഹായിച്ചു. അങ്ങനെ ആ ഇടവയിൽ ശുശ്രൂഷ ചെയ്യുന്നത് ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഒരു അക്രൈസ്തവ സഹോദരൻ എൻ്റെ അടുക്കൽ വന്നു. അയാളുടെ മുഖഭാവത്തിലൂടെ തന്നെ എനിക്ക് വ്യക്തമായി വലിയ വേദനയോടെയാണ് കടന്നു വരുന്നത് എന്ന്. അദ്ദേഹത്തെയും കുടുംബത്തെയും എനിക്ക് നേരത്തെ അറിയാം. 8 മക്കളുള്ള ഒരു കുടുംബത്തിലെ പിതാവാണ് അയാൾ. എൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം അയാളുടെ മൂത്ത മകളുമുണ്ട്. ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വേദന, ആ കുടുംബനാഥ ഒരു മാനസിക രോഗിയാണ്. ഈ 8 മക്കളെയും ശുശ്രൂഷിക്കുക, അതിൻ്റെ ഭാരം മുഴുവനും വഹിച്ചിരുന്നത് ഈ മൂത്ത മകളാണ്. സാമ്പത്തികമായി ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആ കുടുംബം പലരുടെയും സഹായത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുന്ന അവസരത്തിൽ ഈ മൂത്ത മകൾക്കും മാനസിക രോഗത്തിൻ്റേതായ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി. ഈ പിതാവ് തീർത്തും നിസ്സഹായനായി. കാരണം മറ്റ്7 കുഞ്ഞുങ്ങളെയും നോക്കണം, വീട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തണം, സാമ്പത്തികമായ ബുദ്ധിമുട്ടൊരു വശത്ത്, രോഗം മറ്റൊരു വശത്ത്. അവർക്കറിയാവുന്ന വിധത്തിൽ പല സ്ഥലങ്ങളിലും പോയി ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. കാര്യമായ യാതൊരു വിധത്തിലുള്ള മാറ്റവും ആ പെൺകുട്ടിക്ക് സംഭവിച്ചില്ല. അപ്പോൾ ആ പിതാവ് വൈകുന്നേരമായപ്പോൾ ഈ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരികയാണ്. അച്ഛൻ പ്രാർത്ഥിച്ചാൽ ഈ കുഞ്ഞ് സുഖം പ്രാപിക്കും എന്നെന്നോട് പറഞ്ഞു. ഞാനൊരു നിമിഷം എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ അടുക്കലേക്ക് ഈ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് ഞാൻ പോയി. ആ കുഞ്ഞിനോട് മുട്ടുകുത്താൻ ആവശ്യപ്പെട്ടു. ആ കുഞ്ഞ് മുട്ടുകുത്തി ശിരസിൽ കൈകൾ വെച്ച് ഏറെ വേദനയോടെ അമ്മയോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത്. ആ നിമിഷം തന്നെ ആ പെൺകുട്ടിയുടെ മുഖഭാവങ്ങളിൽ മാറ്റം വന്നു. അവരെ ഞാൻ വീട്ടിലേക്ക് ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ആ പെൺകുട്ടി പരിപൂർണമായിട്ടും രോഗവിമുക്തയായി. പരിശുദ്ധ അമ്മ ഇതുപോലെ രോഗത്തിന് മുമ്പിൽ സഹായമായി, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ സംരക്ഷണയായി അമ്മ പ്രത്യക്ഷപ്പെടുന്ന ധാരാളം അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയോട്
നമ്മൾ ആശ്രയബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മളോട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ടായിരിക്കും. ഇത് അനേകരുടെ ജീവിതാനുഭവമാണ്. ഈ അവസരത്തിൽ എൻ്റെ വളരെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. പൗരോഹിത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുള്ളപ്പോൾ, തെറ്റിദ്ധാരണകളും വേദനകളും ഉണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച അവസരത്തിലെല്ലാം വലിയ ആശ്വാസവും കരുത്തും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ ധ്യാനത്തിൻ്റെ അവസരങ്ങളിൽ ക്ലാസ് എടുക്കുവാൻ വേണ്ടി പോയപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് ടീം അംഗങ്ങൾ സാധാരണയായി ആവശ്യപ്പെടുന്നത്. അമ്മ ആഗ്രഹിക്കുന്നു അച്ഛൻ അമ്മയെക്കുറിച്ച് പറയണം എന്ന് പല പ്രാവശ്യം സന്ദേശത്തിലൂടെ എന്നോട് അവർ സംസാരിച്ചിട്ടുണ്ട്. വളരെ വ്യക്തിപരമായ മറ്റൊരനുഭവം കൂടി ഞാൻ പറയട്ടെ. 1995 ജൂലൈ 18 എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അമ്മയുടെ രോഗം കലശലായി. ഞങ്ങളെല്ലാവരും തന്നെ അമ്മയുടെ കിടക്കയുടെ അരികെയുണ്ട്. ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയോട്. 5ാമത്തെ രഹസ്യം ചൊല്ലുവാൻ ആരംഭിച്ചപ്പോൾ അമ്മ ഒരു വിധത്തിൽ എഴുന്നേറ്റിരുന്നിട്ട് ഇരു കൈകളും വിരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളോടൊപ്പം കൂടുകയാണ്. ഞങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മയെ അവിടെ കിടന്നാൽ മതി. ഇത് എൻ്റെ അമ്മയുടെ ഒരു പ്രത്യേകതയായിരുന്നു, ത്യാഗം ചെയ്ത് ജപമാല ചൊല്ലുക എന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയുടെ വേളകളിൽ ജപമാല ചൊല്ലുമ്പോൾ മുട്ടുകുത്തി നിന്നും അതുപോലെ തന്നെ കൈകൾ വിരിച്ച് പിടിച്ചും ത്യാഗം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വളരെ ഫലദായകമാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതെൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരിലൂടെ അവരുടെ ജീവിത മാതൃകയിലൂടെ ലഭ്യമായതാണ്. അപ്പോൾ ഇത്രയും കാലത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ താങ്ങും തണലുമായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ലഭ്യമാവാത്ത ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഇടവകയിൽ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പോയ നിമിഷങ്ങളിലെല്ലാം വലിയ അനുഭവങ്ങൾ ഉണ്ടായതായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിമിഷം പരിശുദ്ധ അമ്മയോടുള്ളതായ ഭക്തിയിലും സ്നേഹത്തിലും വളരണം. അമ്മയോടുള്ള വൈകാരികമായൊരു ബന്ധം, ഒരു മകൾക്ക് ഒരമ്മയോട് തോന്നുന്ന ബന്ധം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ അമ്മയോടുള്ള ഭക്തിയിൽ വളർന്ന് നമ്മുടെ രക്ഷ സാധ്യതമാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. ഈശോയെ അനുകരിക്കുവാനുള്ള ഈ ലോകത്തിലുള്ള ഏറ്റവും സുരക്ഷിതമായ മാതൃക നമുക്ക് പരിശുദ്ധ അമ്മയാണ്. അതിന് ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ. ഇത്ര നല്ല അമ്മയുള്ളപ്പോൾ ഞാനിനി തളരുകില്ല. പരിശുദ്ധ മേരിയമ്മേ, നീ എന്നുമെൻ സർവമല്ലേ.